ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നേ എൻ്റെ കുറച്ച് റോസ് പ്ലാന്റുകൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വെച്ചിട്ടാണ്. ഒരുപാടൊന്നുമില്ല, ഒരു 3-4 ടൈപ്പ് റോസ് ഉണ്ട്. എല്ലാം നാടനാണ്. നമ്മൾ ഈ ബഡ് റോസ് മേടിച്ച് വെച്ചാൽ ഒരു വർഷമൊക്കെ കൂടെ നിൽക്കും. അത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് പൊതുവേ പോകും കേട്ടോ. എങ്ങനെയൊക്കെ നോക്കിയെന്ന് പറഞ്ഞാലും അത് നശിച്ചു പോകും. ഇതിൻ്റെ പേരെനിക്ക് തോന്നുന്നു ബട്ടർഫ്ലൈ എന്നാന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് അറിഞ്ഞൂടാ. എല്ലാം നാടനാണെല്ലാം. ഇത് നല്ല മണമുള്ളൊരു റോസാണ് കേട്ടോ. നല്ല ഇതാ, കുറേ പൂവൊക്കെ ഉണ്ടാവും. വിരിഞ്ഞ് വരുമ്പോൾ അത് നല്ല വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആളുടെ കോലം മാറി നല്ല വൈറ്റാകും. വിരിഞ്ഞ് തുടങ്ങുമ്പോൾ വേറൊരു കളറാണ്, ലൈറ്റ് റോസ് കളർ. റോസല്ല, നാടൻ ടൈപ്പാവട്ടെ. എല്ലാ ഉള്ള റോസുകൾ നാടൻ ടൈപ്പ്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെ നശിച്ച് പോകുകയില്ല, ഇഷ്ടംപോലെ പൂവ് തരുകയും ചെയ്യും. ഇത് ഒരുപാട് പൂവുണ്ടാകുന്ന കേട്ടോ, മുള്ളില്ലാത്ത റോസാണ്. ഒരുപാട് എല്ലാ മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും ഏത് സീസണാണെന്ന് പറഞ്ഞാലും ഇഷ്ടം പോലെ പൂ തരും. എപ്പോഴും മുട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഇതിങ്ങനെ കാട് പോലെ വളരുന്നതെന്ന് വെച്ചാൽ മുട്ടുള്ളത് വെട്ടിക്കളയാൻ മടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. അത് ഒരു പൂ പൊഴിയുന്നതിന് മുമ്പ് ആ മുട്ട അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ നല്ല ഭംഗി, വലിയ പൂവല്ല, ചെറിയ പൂവാണ്. ബഡ് റോസ് അല്ല കേട്ടോ, ചെറിയ പൂവ്. പക്ഷേ നല്ല ഇഷ്ടം പോലെ പൂവുണ്ടാവും എന്നുള്ളതാണ്. വിരിഞ്ഞ് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. 2 ദിവസം കഴിയുമ്പം പിന്നെ ഇവിടെ പൊതുവേ വെയിലാണ്. റോസ് നിൽക്കുന്നിടത്തൊക്കെ നല്ല വെയിലാണ്. അപ്പോൾ ആ വെയിലും ഇവരുടെ ക്ഷീണത്തിനൊരു കാരണമാണ് പെട്ടെന്ന് കളറ് മാറുന്നേ. ഇതൊരു റെഡല്ല, ഇതും അസല റോസിൻ്റെ തന്നെ മജന്ത കലർന്നൊരു കളറാണ്. പക്ഷെ നല്ല വലിയ പൂവുണ്ടാകുന്നത് നല്ല റോസാണ്. ഇത് ഒരുപാട് പൂവുണ്ടാകും കേട്ടോ. നല്ല ഭംഗിയാണ് എല്ലാം കൂടെ നിന്നാൽ. ഇത് പിന്നെ ഞാൻ എപ്പോഴും വെട്ടി വിടും. നല്ലതായിട്ട് പൂവുണ്ടാകുകയും ചെയ്യും. വലിപ്പമുള്ള പൂക്കളാണ്, നല്ല ഭംഗിയുള്ള. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ.